വെൽക്കം ടു അവർ ചാനൽ മൈൻഡ് ഇൻ മൂവ്മെൻറ്റ്. നമുക്കപ്പോൾ ഡയറക്റ്റ് നിഫ്റ്റിയിലോട്ട് കിടക്കാം. നമ്മൾ ഇന്നലെ എന്താണ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്? ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്ത് ആ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നല്ലോ 24,000 ആ റേഞ്ചിൽ. ആ ട്രെൻഡ് ലൈൻ്റെ താഴെ അവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ സൈഡിലോട്ട് എൻട്രി എടുക്കുന്നതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു ക്യാൻഡിൽ വരുകയും ചെയ്തു. പക്ഷേ നമ്മൾ ട്രേഡ് എടുത്തു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇന്നലെ ഇടിച്ചു. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടിച്ചു എന്നുകൊണ്ട് മാത്രം നമ്മൾ ഒരിക്കലും അനാലിസിസ് നിർത്തുന്നില്ല. നമ്മൾ അനാലിസിസ് ചെയ്യും. നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു മാർക്കറ്റിൻ്റെ ഒരു വ്യൂ വേണം. നമ്മൾ ട്രേഡ് ഫെയിൽ ആയാലും പ്രശ്നമില്ല, നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് എന്താണ് പ്ലാനിങ് നമുക്ക് നോക്കാം. മാർക്കറ്റിൽ ഒരു ടു സൈഡ് ന്യൂസ് ഉണ്ട്. മാർക്കറ്റിൽ പോസിറ്റീവ് പോവുകയും ചെയ്യാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആവുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ട് സൈഡിലോട്ടും ട്രേഡ് എടുക്കാൻ രീതിയിൽ നമുക്ക് നോക്കാം. ആ ഒരു രീതിയിൽ നമുക്ക് ഇന്ന് അനലൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ വലിയൊരു ബിഗ് മൂവ്മെൻറ്റ് നിന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. എക്സ്പീരിയൻ കൂടിയാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് ട്രേഡ് എടുക്കുക നാളത്തേക്ക്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നമുക്ക് നോക്കാം. അപ്സൈഡിലോട്ട് ഞാൻ ഇൻട്രസ്റ്റഡ്. നാളെ ഈ ഒരു ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് 24,130 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം. ഇത് കണ്ട മാർക്കറ്റിൽ എവിടെയാണ് നിഫ്റ്റി? ഓക്കെ, നിഫ്റ്റിയിൽ എവിടെയാണ് സപ്പോർട്ടുള്ളത് 24,000 ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റേഴ്സ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നല്ല സപ്പോർട്ടുള്ളത്. നല്ല റെസിസ്റ്റൻസ് ഉള്ളത് എവിടെയാണ്? നല്ല റെസിസ്റ്റൻസ് ഉള്ളത് ഒരു 25,000 അവിടെ വരെ പോകാൻ ചാൻസ് ഇല്ല. പിന്നെ ഉള്ളത് എവിടെയാണ്? 24,500 ഇവിടെ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. എങ്കിലും നമുക്ക് നാളെ നോക്കാം, കുറച്ചുകൂടി ഡൗൺ ലെവലിലോട്ട് നോക്കാം. ഒരു 24,100 നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ കാണാൻ പറ്റുന്നത് ഒരു 24,200 ആ റേഞ്ചിലും 24,300 റേഞ്ചിൽ അവിടെയൊക്കെ നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, നാളെ സപ്പോസ് ഒരു 24,130 ഇതിൻ്റെ മുകളിലാണ് ഒരു 5 മിനിറ്റ് ക്യാൻഡിലോ ഒരു 15 മിനിറ്റ് ക്യാൻഡിലോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു അപ്സൈഡ് സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ ഞാൻ നാളെ എൻ്റെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ ബുക്ക് ചെയ്യുന്നത് ഒരു 24,200 190 ഈ റേഞ്ചിലായിരിക്കും ഞാൻ എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് അല്ല, മാക്സിമം ഞാൻ ഇവിടെ ബുക്ക് ചെയ്ത് ഇറങ്ങാൻ നോക്കും. അതിനുശേഷം പിന്നെ മാർക്കറ്റിൽ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഫൈനൽ ടാർഗറ്റ് ഞാൻ 24,300 ഈ റേഞ്ച് വരെ ഞാൻ 24,300 അല്ലെങ്കിൽ ഈ റേഞ്ച് വരെ വെച്ചാലും മതി. ഓക്കെ, 24,280 ആ റേഞ്ച് വരെ മൂവ്മെൻറ്റ് പിടിക്കാൻ നോക്കും. അങ്ങനെയാണ് എൻ്റെ അപ്പ് സൈഡിലോട്ടുള്ള ട്രേഡ്. നാളെ ഡൗൺ സൈഡിലോട്ട് വരുവാണെങ്കിൽ സപ്പോസ് നാളെ ഈ റേഞ്ചിൻ്റെ താഴെ 24,077 അല്ല 24,080 റേഞ്ചിൻ്റെ താഴെ ഒരു 5 മിനിറ്റ് ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു ഡൗൺ സൈഡ് പോവുകയാണെങ്കിൽ ഞാൻ നാളെ ഇൻട്രസ്റ്റഡ് ആണ് ഒരു 24,000 വരെ മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതായിരിക്കും നാളെ എൻ്റെ ട്രേഡ്. നാളെ എനിക്ക് തോന്നുന്നു എക്സ്പയറിയിൽ നല്ല മൂവ് വരാൻ ചാൻസ് വളരെ കുറവാണ്. അഥവാ എന്തെങ്കിലും ന്യൂസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ലൊരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉള്ളൂ. ഇപ്പോൾ ഈ നാളെ ഒരു 24 ഈ റേഞ്ചിൻ്റെ താഴെ ഒരു 15 മിനിറ്റ് ക്ലോസിംഗ് ഉണ്ടെങ്കിൽ നാളെ തന്നെ ഈ ഒരു 23,800 വരെയും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, മാർക്കറ്റിൽ ന്യൂസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ നല്ല ന്യൂസ് ആണെങ്കിൽ അത് ചിലപ്പോൾ 300 500 ഈ റേഞ്ച് വരെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നിഫ്റ്റിയിൽ അതാണ് നമ്മുടെ നാളത്തെ ട്രേഡ്. അപ്പോൾ നിഫ്റ്റിയിൽ നാളെ നോക്കി ട്രേഡ് എടുക്കുക. അല്ലാണ്ട് വേറെ 2 ട്രേഡും കൂടി ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഉള്ളത് LIC ഇൻഷുറൻസ് ആണ്. LICയിൽ എന്താണ്? LICയിൽ ഞാൻ കാണിച്ചു തരാം. LIC ലൈഫ് ഇൻഷുറൻസിൽ 1 ഡേ ടൈം ഫ്രെയിം നോക്കി തന്നെ നമുക്ക് മനസ്സിലാകും. ഇതൊരു നല്ലൊരു ബുള്ളിഷ് പാറ്റേൺ ആണ്. ബുള്ളിഷ് പാറ്റേൺ എങ്ങനെയാണ്? ഇതെന്താ പറയുക, ഒരു ബുള്ളിഷ് പാറ്റേൺ ഒരു മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ആണ്. ഓക്കെ, നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ട്. നാളെ ഇതിൻ്റെ മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നാളത്തേക്ക് അത് ട്രേഡ് എങ്ങനെ അനലൈസ് ചെയ്യാം നോക്കാം. നമുക്കൊരു 15 മിനിറ്റിലോട്ടോ അല്ലെങ്കിൽ 5 മിനിറ്റിലോട്ടോ പോകാം. സപ്പോസ് നാളെ ഇത് കണ്ട നമ്മൾ 1 ഡേ ടൈം ഫ്രെയിമിലോട്ട് നോക്കിയപ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കാം? ക്യാൻഡിൽ ഫോർമേഷൻ ഒരു മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ആണ്. അതൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോർമേഷൻ ആണ്. ഇത് കണ്ട ഒരു പാറ്റേണും ഉണ്ട്. ഇതൊരു ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ആണ്. ഇത് കണ്ട ഒരു പോളാണിത്, ഇത് ഫ്ലാഗാണ്. നമുക്ക് വരച്ച് കാണിച്ചു തരാം. കണ്ട, ഇതൊരു ഫ്ലാഗ്, ഇതിൻ്റെ പോള് കണ്ട. ഇങ്ങനെ ഒരു ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ആണ് ഇപ്പോൾ ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ നാളെ എങ്ങനെയായിരിക്കും നമ്മളിവിടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് നാളെ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് 821 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നാളെ അപ്സൈഡിലോട്ട് ഇൻട്രസ്റ്റഡ് ആണ് മാർക്കറ്റിൽ. ഓക്കെ, അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് 836 ആണ്.
ഈ റേഞ്ചിലായിരിക്കും എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്. നിങ്ങൾക്ക് സ്വിംഗ് ആയിട്ട് ട്രേഡ് എടുക്കാം, സ്വിംഗ് ട്രേഡ് എടുക്കുന്നതിനകത്ത്, ഇല്ലെങ്കിൽ മെയ് സീരീസിലെ ഓപ്ഷൻ ട്രേഡിങ്ങും ചെയ്യുക അതിനകത്ത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ റേഞ്ചിൻ്റെ താഴെയായിരിക്കും. ഒരു 815 താഴെ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഇല്ലെങ്കിൽ ഈ ക്യാൻഡലിൻ്റെ താഴെ വെച്ചാലും മതി. 812 താഴെ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അത് നിങ്ങൾ ഓപ്ഷൻ ട്രേഡ് എടുക്കുകയാണെങ്കിൽ അത്രയും ഡൗൺ സൈഡിലോട്ട് വെയിറ്റ് ചെയ്യണമെന്നില്ല. അത് നിങ്ങൾക്ക് നോക്കിയിട്ട് ട്രേഡ് എടുക്കാം അതിനകത്തോട്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്താണ്? ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ പറഞ്ഞത്, സപ്പോസ് 821 മേളിൽ ഒരു സസ്റ്റെയിൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ മേളിൽ ഓപ്പണിംഗ് വരുവാണ് എങ്കിൽ ചിലപ്പോൾ ഈ റേഞ്ചിലായിരിക്കും ഓപ്പണിംഗ് വരിക. മാർക്കറ്റിൽ നല്ലൊരു ന്യൂസ് ഉണ്ടെങ്കിൽ ഈ റേഞ്ചിൽ ഓപ്പൺ വന്നതിന് ശേഷം ഒരു ഡൗൺ സൈഡ് 824 റേഞ്ചിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം, 25 റേഞ്ചിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട്. സപ്പോർട്ട് എടുത്ത മാർക്കറ്റ് ഇവിടെ 836 വരെ വരാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഇതിൻ്റെ മേളിലൊരു ഓപ്പണിംഗ് കിട്ടുവാണെങ്കിൽ ഇവിടെ നിന്ന് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെ വെക്കുക. നിങ്ങൾ ടാർഗറ്റിലോട്ട് ഇരിക്കുക. 836 എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ആയിരിക്കും. പിന്നെയുള്ള എൻ്റെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 850 റേഞ്ച് ആയിരിക്കും. 850 റേഞ്ചിൽ എൻ്റെ സെക്കൻഡ് ടാർഗറ്റ്. പിന്നെ എൻ്റെ ഫൈനൽ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 900 റേഞ്ചിലായിരിക്കും. ഓക്കെ, 900 റേഞ്ച് വരെ വരാൻ ചാൻസ് ഉണ്ട്. ഇതായിരിക്കും എൻ്റെ ഫൈനൽ ടാർഗറ്റ്. അപ്പോൾ സ്വിംഗ് ട്രേഡ് എടുക്കുന്നവർക്കും ഇത് ഒരു മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാൻ നോക്കാം. ഓക്കെ, പിന്നെ ഉള്ളത് വേറൊരു ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് VEDL-ആണ്, വേദാന്ത ലിമിറ്റഡിലാണ്. വേദാന്ത ലിമിറ്റഡിലും നല്ലൊരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്കൊരു 1 ഡേ ടൈം ഫ്രെയിമിലോട്ട് നോക്കാം. 1 ഡേ അല്ല, 1 അവർ ടൈം ഫ്രെയിമിലോട്ട് നോക്കാം. 1 അവർ ടൈം ഫ്രെയിമിലോട്ട് നോക്കുമ്പോൾ ഇത് കണ്ട, ഈ ഒരു നമ്മൾ ഫിബ് വെച്ചിട്ടൊന്ന് വരച്ച് നോക്കാം. ഫിബൊനാക്കി റെസിസ്റ്റൻസ് ഇത് വെച്ചിട്ട്, റിട്രേസ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് വരച്ച് നോക്കാം. സോറി ഇത് ഇവിടെ അല്ല കേട്ടോ, നോക്കട്ടെ. ഓക്കെ, ഇതാണ് ഞാൻ മാറിപ്പോയതാണ് വരച്ചത്. ഇത് കണ്ട, നമ്മൾ ഫിബൊനാക്കി റെസിസ്റ്റൻസ് റിട്രേസ്മെൻറ്റ് വെച്ച് വരച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ് കാണുന്നത്? ഇത് കണ്ട, ഇത് മാർക്കറ്റ് നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നു. അതിനുശേഷം 50% ഡൗൺ ആയി. 50% ഡൗൺ ആയതിനു ശേഷം അവിടെ നിന്ന് ഇതൊക്കെ നല്ലൊരു സപ്പോർട്ട് റേഞ്ചാണ്. ഇതൊക്കെ നല്ലൊരു ഗോൾഡൻ ലെവലാണ്. ഈ റേഞ്ചിലൊക്കെ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല മൂവ്മെൻറ്റ് മേലോട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നാളെ എങ്ങനെയായിരിക്കും ഇതിനകത്ത് ട്രേഡ് എടുക്കുക? നാളെ സപ്പോസ് നമുക്കൊരു 15 മിനിറ്റിലോട്ട് പോകാം. നാളെ സപ്പോസ് എങ്ങനെയാണ്? സപ്പോസ് ഒരു 850 റേഞ്ചിൽ, മാർക്കറ്റ് ഒരു 850 റേഞ്ചിൽ ഓപ്പൺ ചെയ്യുകയോ ഇല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയതിനു ശേഷം 850 റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, 850 ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 860 ആയിരിക്കും. ഈ റേഞ്ചിലായിരിക്കും, 760 ആയിരിക്കും. 760 ആയിരിക്കും എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്. എൻ്റെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 780 ഈ റേഞ്ചിലായിരിക്കും എൻ്റെ സെക്കൻഡ് ടാർഗറ്റ്. എൻ്റെ ഫൈനൽ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 800. ഈ റേഞ്ചിൽ ഈ ഒരു മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാൻ ഞാൻ നോക്കും നാളെ. ഈ ഒരു ക്യാൻഡലിൻ്റെ താഴെ ആയിരിക്കും എൻ്റെ സ്റ്റോപ്പ് ലോസ്. 730 റേഞ്ചിൻ്റെ താഴെ ആയിരിക്കും എൻ്റെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നല്ലൊരു മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാൻ നാളെ നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.